ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമ്മുടെ ഈ റെയിൽവേയിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. അപ്പൊ എല്ലാവർക്കും നിരന്തരമായിട്ട് വരുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഡൗട്ടാണ്, TTE പോസ്റ്റിലേക്ക് എപ്പോഴാ വിളിക്കുന്നത്? എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, TTE പോസ്റ്റിലേക്ക് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്? TTE പോസ്റ്റിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാവോ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് TTE പോസ്റ്റ്, അതായത് നമ്മുടെ ട്രാവൽ ടിക്കറ്റ് എക്സാമിനറിൻ്റെ ആ പോസ്റ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഡീറ്റെയിലിംഗ് ചെയ്യാൻ പോകുന്നത്? കാരണം നമ്മുടെ RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് നമുക്ക് എന്താ ബന്ധം? ഈ പറയുന്ന TTE എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ എഴുതണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന TTE എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. എങ്ങനെ നമുക്ക് എത്താം എന്നുള്ളതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ആദ്യം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള രണ്ട് തരം നോട്ടിഫിക്കേഷൻ ആണ് RRB NTPCയുടെ. ഒന്ന് ഗ്രാജുവേറ്റ് ലെവലും ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും. ഗ്രാജുവേറ്റ് ലെവൽ UGക്ക് മുന്നേ വന്നതാണ്. അതിൽ വരുന്ന ലെവലുകളാണ് ലെവൽ 4, 5, 6. അതായത് നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ വരും, ഗുഡ്സ് ട്രെയിൻ മാനേജർ വരും, സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് വരും. അങ്ങനെ നമുക്ക് ഈ പറയുന്ന 4 ട്രാഫിക് അസിസ്റ്റന്റ് വരും. അതുപോലെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ വരും. അങ്ങനെയുള്ള പോസ്റ്റുകളാണ് 4, 5, 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ വരുമ്പോൾ അതിൽ 2 ലെവലുകളാണ് വരുന്നത്. ഒന്ന് ലെവൽ 2ഉം ലെവൽ 3യും. ലെവൽ 2വിനകത്ത് നമുക്ക് ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ വരും. ലെവൽ 3 എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് കം ക്ലർക്കാണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ ടിക്കറ്റ് കം ക്ലർക്കാണ്. അതായത് CTC. ഇതാണ് നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോസ്റ്റ്. നിങ്ങൾ ഈ TTEയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നില്ലേ? അത് പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന CTC എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ എത്തപ്പെടണം. അതായത് ലെവൽ 3 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ എത്തപ്പെടണം. ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടും വരുന്ന കാര്യങ്ങൾ നോക്കാം. അതായത് നമ്മുടെ ടിക്കറ്റ് ചെക്കർ അല്ലെങ്കിൽ ടിക്കറ്റ് കളക്ടർ ആണ്. അപ്പോൾ ടിക്കറ്റ് ചെക്കർ എന്തായാലും, കളക്ടർ എന്താണ്, അതുപോലെ TTE എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇതിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12 പാസ്സായ ആർക്കും ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ എഴുതാം. 12th പാസ്സായിരിക്കണം എന്നുള്ള ഒറ്റ കാര്യമേ അവിടെ പറയുന്നുള്ളൂ. പിന്നെ 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഏകദേശം എല്ലാവർക്കും എന്താണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, അപ് ടു 30 ഇയേഴ്സ് വരെ വരുന്ന ആൾക്കാർക്ക്. പിന്നെ ഇതിൽ സെലക്ഷൻ പ്രോസസ് CBT 1ഉം CBT 2 ആണുള്ളത്. അത് കഴിഞ്ഞാൽ ചില പോസ്റ്റുകൾക്ക് മാത്രം സ്കിൽ ടെസ്റ്റ് കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ CTC വരുമ്പോൾ, അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് കം ക്ലർക്കിന് വരുന്ന സമയത്ത് അവിടെ എന്താണ് ഈ പറയുന്ന സ്കിൽ ടെസ്റ്റോ ഒന്നുമില്ല. CBT 2 കഴിഞ്ഞാൽ നേരെ DVയിലേക്കും മെഡിക്കലിലേക്കുമാണ് പോകുന്നത്. നെക്സ്റ്റ് എന്താണ് സാലറി എന്ന് പറയുന്നത്, ബേസിക് പേ 21,700 രൂപയാണ് ബേസിക് പേ വരിക. ഇതിപ്പോൾ 7th പേ കമ്മീഷൻ പ്രകാരമാണ്, 7 CPC പ്രകാരമാണ്. ഇനി അടുത്ത 8th കമ്മീഷൻ വരികയാണ്. 8th കമ്മീഷൻ വരുമ്പോൾ ഇത് നേരെ നമുക്കൊരു 35 റേഞ്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ബേസിക് പേ എന്ന് പറയുന്നത് തന്നെ ഒരു 35 റേഞ്ചിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെയല്ല, നല്ല രീതിയിലുള്ള ഇൻക്രിമെന്റ് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി പോസ്റ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. കൊമേഴ്ഷ്യൽ ടിക്കറ്റ് അല്ല, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ് CTC. ഈ പോസ്റ്റിലേക്കാണ് നമ്മൾ ഈ പറയുന്ന TTE എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പോവാനുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് ലെവൽ 3യിലുള്ള കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കയറുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, വിച്ച് എക്സാം ആൻഡ് പോസ്റ്റ് ഷുഡ് ഐ ചൂസ്? ഏത് എക്സാം ആണ്? ഞാൻ നേരത്തെ പറഞ്ഞു, RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയാണ്. അതിൽ ലെവൽ 3യിൽ വരുന്ന കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഈ നമ്മുടെ TTE എന്ന് പറഞ്ഞ പോസ്റ്റ് 2023-22 വരേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുമായിരുന്നു. പക്ഷെ 2023 തൊട്ട് ഇവിടെ ഒരു ചെറിയ റെയിൽവേയുടെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, മെർജ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ്, കൊമേഴ്ഷ്യൽ ക്ലർക്ക്, അതുപോലെ എൻക്വയറി കം റിസർവേഷൻ ക്ലർക്ക്, ഇതെല്ലാം കൂടി കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന
ഒരു പോസ്റ്റിലേക്ക് അവർ മെർജ് ചെയ്യുകയാണ് എന്നുള്ള ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പ്രകാരം 2023 ശേഷം TT എന്ന് പറഞ്ഞ് പ്രത്യേകം വിളിച്ചിട്ടില്ല. അതിന് പകരമാണ് RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലായ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ പരീക്ഷ എഴുതി കയറേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു 3 അതായത് ഏതൊക്കെയാണ് 3 ഡിപ്പാർട്ട്മെന്റ് മെർജ് ചെയ്ത 3 ഡിപ്പാർട്ട്മെന്റുകൾ ഇതൊക്കെയാണ്. ഒന്ന് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് ടിക്കറ്റ് ചെക്കിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് എൻക്വയറി കം റിസർവേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഈ 3 ഡിപ്പാർട്ട്മെന്റും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? മെർജ് ചെയ്തിട്ടുള്ളത്. മെർജ് ചെയ്തിട്ട് ഒറ്റ പോസ്റ്റിലേക്ക് വന്നു. CTC എന്ന് പറയുന്ന ഒറ്റ പോസ്റ്റിലേക്ക് അവിടെ വന്നിട്ടുള്ള. അപ്പോൾ ഈ CTCയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഓരോ, അതായത് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്കായാലും ടിക്കറ്റ് ചെക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കായാലും ECRC എന്ന ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നാലും ഇതിൽ നിന്നാണ് ബാക്കി പോകുന്നത്. ഓക്കെ, ഇതിൽ നിന്നും ഓരോരുത്തരെ ഇങ്ങോട്ട് പോസ്റ്റിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുമ്പോൾ 75% പ്രൊമോഷൻ കോട്ടയാണ് ആ ഒരു പോസ്റ്റിന് അണ്ടറിൽ വരുന്നത്. 75% അത് പ്രൊമോഷൻ കോട്ടയിലുള്ളതാണ്. 15% മാത്രമാണ് നമുക്ക് വരുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. പിന്നെ വരുന്ന 10% ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം, അതായത് LDCE എന്ന് പറയുന്ന പരീക്ഷയുണ്ട്. അത് 10% LDCE പരീക്ഷ വഴിയും ഈ പറയുന്ന CTCയിലേക്ക് പോവാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു എക്സാം, അതായത് ഈ എക്സാം നോക്കുക, എക്സാം ഡേറ്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഫില്ല് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 28th October to 27th November 2025. അതായത് ഈ മാസം, കഴിഞ്ഞ മാസം 28 തൊട്ട് ഈ മാസം 27 വരെ നിങ്ങൾക്ക് RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്തോളൂ. അപ്പോൾ TT ആണ് നിങ്ങളുടെ ഒരു ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രിഫറൻസിൽ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതിൽ വന്നിട്ടുള്ള പോസ്റ്റുകൾ ഇതൊക്കെയാണ്. ലെവൽ 2ൽ നമുക്ക് വന്നിട്ടുള്ളത് 3 പോസ്റ്റുകളാണ്. ഒന്ന് ട്രെയിൻസ് ക്ലർക്ക്, ഒന്ന് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, പിന്നെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഇത് ലെവൽ 3ൽ വന്നിട്ടുള്ളതാണ്. അതായത് ട്രാഫിക് ആണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ അതായത് ട്രാഫിക്കിന്റെ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. 2424 വേക്കൻസിയാണ് CTCക്ക് മാത്രം വിളിച്ചിട്ടുള്ളത്. 2424. ഇതിപ്പോൾ കറന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ കൂടാനുള്ള സാധ്യതയും ഉണ്ട്. ബാക്കി എല്ലാത്തിൻ്റെയും വേക്കൻസി കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2424 വേക്കൻസീസ് ആണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിലേക്ക് നമുക്ക് വന്നിട്ടുള്ള വേക്കൻസി. ഇനി നമ്മുടെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ TT എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഇപ്പോൾ ഈ പറയുന്ന ടിക്കറ്റ് ചെക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും ആദ്യത്തെ, അതായത് നമുക്ക് 3 പോസ്റ്റിംഗ് ആയിരിക്കും ഇവിടെ വരിക. ഒന്നുകിൽ നമ്മൾ ടിക്കറ്റ് ചെക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടാം. ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന ഒന്ന് ടിക്കറ്റ് ചെക്കർ അല്ലെങ്കിൽ ടിക്കറ്റ് കളക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടാം. അതായത് CTC പാസ്സായി കഴിഞ്ഞാൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് 3 പറയാൻ പോകുന്നത്. അതിലൊന്ന് ടിക്കറ്റ് ചെക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പോസ്റ്റിംഗ് ചെയ്യപ്പെടാം. അതല്ലെങ്കിൽ പിന്നെ വരുന്നതാണ് ഒന്ന് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ്. അതിൽ വരുന്നത് പാഴ്സൽ ക്ലർക്കായിട്ടും ബുക്കിംഗ് ക്ലർക്കായിട്ടും ഗുഡ്സ് ക്ലർക്കായിട്ടും നമ്മളവിടെ നിയമിക്കാം. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ പിന്നെ വരുന്നതാണ് ECR ഡിപ്പാർട്ട്മെന്റ്, അതായത് എൻക്വയറി കം റിസർവേഷൻ ക്ലർക്കായിട്ടും, അതായത് എൻക്വയറി സ്ഥലത്ത് കണ്ടിട്ടില്ലേ, അവിടെ വരുന്ന ക്ലർക്കായിട്ടും നമ്മളെ നിയമിക്കാം. അപ്പം 3 ഡിപ്പാർട്ട്മെന്റിലേക്കാണ് CTC നിയമിക്കപ്പെടുന്നത്. ഒന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ടിക്കറ്റ് ചെക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, പിന്നെ വരുന്നത് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്ക്, പിന്നെ വരുന്നത് ECR ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും ഈ പറയുന്ന കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനെ പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ ഇനി ടിക്കറ്റ് ചെക്കർ, ടിക്കറ്റ് കളക്ടർ, അപ്പോൾ TT ആവണ്ടേ? എന്താണ് ടിക്കറ്റ് ചെക്കർ അല്ലെങ്കിൽ ടിക്കറ്റ് കളക്ടർ എന്ന് പറയുന്നത്? നമ്മൾ ചില സ്റ്റേഷനിൽ ഇപ്പോൾ എല്ലാ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, ചില സ്റ്റേഷനുകളിലൊക്കെ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ നിൽക്കും. ഒരു ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഫോട്ടോ ഇല്ല. ഓക്കെ, ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് തന്നെയായിരിക്കും, ഒരു ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ട് തന്നെയായിരിക്കും, ഉള്ളിൽ ഒരു വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. അയാളാണ് ടിക്കറ്റ് ചെക്കർ അല്ലെങ്കിൽ ടിക്കറ്റ് കളക്ടർ എന്ന് പറയുന്നത്. ഇത് പ്ലാറ്റ്ഫോമിൽ, അതായത് ട്രെയിനകത്തല്ല, പുറത്ത്. ഇനി ഈ TT എന്ന് പറയുന്നത് എന്താണ്?
ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ ആണ്. അതായത് അവിടെ ട്രാവലിംഗ് ഉണ്ട്, കണ്ടോ, ട്രാവലിംഗ്. അപ്പോൾ എവിടെയായിരിക്കും? ട്രെയിനിനുള്ളിലായിരിക്കും. അതായത് ഇവിടുന്ന് പ്രൊമോഷൻ വരുന്നതാണ് TTE, ട്രെയിനിനുള്ളിലോട്ട്. ആദ്യം ടിക്കറ്റ് ചെക്കറായിട്ട് അല്ലെങ്കിൽ ടിക്കറ്റ് കളക്ടറായിട്ടായിരിക്കും നിയമിക്കപ്പെടുക. അത് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ വഴിയാണ് TTEയിലേക്ക് വരുന്നത്. അതായത് 6 വർഷം കൂടുമ്പോഴാണ് പ്രൊമോഷൻ വരുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് TTEയിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കയറാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമുക്ക് കിട്ടണം എന്നില്ല. ചിലപ്പോൾ പാഴ്സലിൽ ആളില്ലെങ്കിൽ പാഴ്സൽ ക്ലർക്കായിട്ടും പോവേണ്ടി വരും. ചിലപ്പോൾ ഗുഡ്സിൽ ആളില്ലെങ്കിൽ ഗുഡ്സ് ക്ലർക്കായിട്ടും പോവേണ്ടി വരും. ചിലപ്പോൾ എൻക്വയറിയിൽ ആളില്ലെങ്കിൽ എൻക്വയറിയിലായിട്ടും. അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്റീരിയർ ആയിട്ട് വരുന്ന കാര്യങ്ങളായിട്ടായിരിക്കും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെയാണ്, TTE ഇങ്ങനെയാണ് ആവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സാലറി. ഒരു കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കായിട്ട് ആയിക്കഴിഞ്ഞാലുള്ള ബേസിക് പേ ഞാൻ പറഞ്ഞു 21,700 നമ്മുടെ ഇപ്പോഴത്തെ CPC പ്രകാരം, 7th CPC പ്രകാരമാണ്. ഗ്രോസ് സാലറി വന്നിട്ട് 40K to 42K ആണ് ഗ്രോസ് സാലറി. ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോഴേക്കും ഒരു 32-38 അടുപ്പിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു 40, നിയർലി ഒരു 40-45 റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് ഇൻ ഹാൻഡ് സാലറി വരിക. എല്ലാ ഡിഡക്ഷൻസ് ഒക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻഹാൻഡ് സാലറി ഇത്രയും നമുക്കൊരു 40 അടുപ്പിച്ച് നമുക്ക് വരാറുണ്ട്. പക്ഷേ 8th പേ കമ്മീഷൻ വരുമ്പം 50ക്ക് മേലെ ആവാനുള്ള ചാൻസും ഉണ്ട്. കാരണം അപ്പോൾ ബേസിക് പേ തന്നെ 35 അടുപ്പിച്ചാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ 50ക്ക് മേലെ ആവാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സാലറി ഡീറ്റെയിൽസ് വരിക. ഇനി എന്തൊക്കെ അലവൻസസ് ആയിരിക്കും ഇവിടെ വരുന്നത്? നമ്മുടെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് വരുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ വരാറുണ്ട്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി അലവൻസ് അവിടെ വരാറുണ്ട്. ഇനി ട്രാവലിംഗ് എന്താ ഞാൻ പറഞ്ഞു, TTE ഒക്കെ ആവുമ്പോൾ ട്രാവലിംഗ് ഉണ്ട് അല്ലേ? അങ്ങനെ ട്രാവലിംഗ് ഉണ്ടെങ്കിൽ ആ ട്രാവലിംഗ് അലവൻസ് വരാറുണ്ട്. ചിലപ്പോൾ ഒരു സ്റ്റേഷനിൽ വേറൊരു സ്റ്റേഷനിൽ, അതായത് ഇതുപോലെ പാഴ്സൽ ക്ലർക്ക്, ഇപ്പം ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്തൊരു ഡിവിഷനിനകത്ത് തന്നെ ഒരു സ്റ്റേഷനിൽ ആളില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നമുക്ക് പോകേണ്ടതായിട്ട് ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ വന്ന് ആ ഒരു ട്രാവലിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ട്രാവലിംഗിൽ വരാം, അല്ലെങ്കിൽ TTE ആയിട്ടൊക്കെ വരുമ്പോൾ ട്രാവലിംഗ് എങ്ങനെയൊക്കെയാണോ നമ്മൾ, അതായത് നമ്മളിപ്പോൾ അല്ലാതെ വരുന്ന ട്രാവലിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇതിനകത്ത് വരുന്ന ട്രാവലിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു ഈ പ്രൊഫഷനിൽ കയറുമ്പോഴുള്ള ട്രാവലിംഗ് കാര്യങ്ങളൊക്കെയാണ്, ഡ്യൂട്ടി സംബന്ധമായിട്ട് വരുന്ന ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ട്രാവലിംഗ് എലവൻസ് കാര്യങ്ങളൊക്കെ, അതല്ലാതെ എല്ലാവർക്കും, അതായത് ഈ പറയുന്ന ജോബുള്ള എല്ലാവർക്കും, റെയിൽവേയിൽ ജോബുള്ള എല്ലാവർക്കും ഈ പറയുന്ന ട്രാവലിംഗ് എലവൻസ് ഉണ്ട്. അത് കൂടാണ്ട് എക്സ്ട്രാ ട്രാവലിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ വരുന്ന ഹൗസ് റെന്റ് എലവൻസ് ഉണ്ട്. റെയിൽവേ ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഹൗസ് റെന്റ് അലവൻസ് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. യൂണിഫോം അലവൻസ് ഉണ്ട്, വർഷത്തിലൊരിക്കൽ യൂണിഫോം അലവൻസ് കൊടുക്കാറുണ്ട്. പിന്നെ ഡിയർനെസ് അലവൻസ് ഉണ്ട്. ഇപ്പോൾ 57 to 58% അടുപ്പിച്ച് നമുക്ക് DA വരുന്നുണ്ട്. ഓക്കെ, ഇനി 8th പേ കമ്മീഷൻ വരുമ്പോൾ ചിലപ്പോൾ അതറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ CPC പ്രകാരം 58% അടുപ്പിച്ച് നമുക്ക് എന്താണ് ഡിയർനെസ് അലവൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും അലവൻസും കാര്യങ്ങളുണ്ട്. ഇത് കൂടാണ്ട് നമുക്കിപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഇതുണ്ടായിരിക്കും. അത് കൂടാണ്ട് നമുക്ക് റെയിൽവേ ക്വാർട്ടേഴ്സ് വേണമെങ്കിൽ അത് നമുക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കൂടാണ്ട് നമ്മുടെ കുടുംബത്തിനുള്ള മെഡിക്കൽ അഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, റീഇംബേഴ്സ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമ്മുടെ ഈ റെയിൽവേയിൽ കയറിക്കഴിഞ്ഞാൽ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, പിന്നെ വരുന്നത് ഡിഡക്ഷൻസ് ആണ്. ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ പെൻഷൻ സ്കീം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ NPSലേക്ക് ഈ പറയുന്ന എന്താണ് ഡിഡക്ഷൻ പരമായിട്ട് പോകാറുണ്ട്. അത് പിന്നെ ഇന്റേണലി വരുന്ന ഇപ്പോൾ മാഗസീൻസ് ഒക്കെ ഇവർക്കുണ്ട്. അപ്പോൾ ആ മാഗസീനൊക്കെ വരുന്ന ഒരു വർഷത്തെ ആ ഒരു ഡിഡക്ഷൻ കാര്യങ്ങൾ, അങ്ങനെ വളരെ തുച്ഛമായിട്ട് വരുന്ന കുറച്ച് ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇൻ ഹാൻഡ് നമുക്ക് ഈ പറയുന്ന ഇത് കിട്ടുന്നത്. അതായത് ആ ഒരു സാലറി, ഞാൻ പറഞ്ഞ ഒരു സാലറി കിട്ടുന്നത്. ഓക്കെ, അത് നിയർലി അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത് കേട്ടോ. ഇനി പ്രൊമോഷനാണ്. ഒരു CTC ആയിക്കഴിഞ്ഞാൽ ഏതുവരെ പ്രൊമോട്ട് ചെയ്യപ്പെടും? അതായത് നമുക്കിവിടെ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കായിട്ട് നമ്മൾ കയറി. ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് 50% ആണ്. അപ്പോൾ 50% നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ 16% അടുപ്പിച്ച് നമുക്ക് LDCE പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കായിട്ടായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ലെവൽ 5 അത് വരുന്നത്. അതായത് 29,200 അവിടുത്തെ ബേസിക് പേ വരിക. നെക്സ്റ്റ് വരുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിലോട്ടാണ്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് 75% പ്രൊമോഷൻ വഴി 15% ആണ് DR, അതുപോലെ 10% LDC വരികയാണ്. അതായത്
ഇവിടെ ലെവൽ 6 അത് 35,400 നമുക്ക് ഇവിടെ എന്ത് വരുന്നത്, നമ്മുടെ ബേസിക് പേ വരുന്നത്. നെക്സ്റ്റ് ഏറ്റവും ഹയർ ലെവൽ പോസ്റ്റ് ആയ കൊമേഴ്ഷ്യൽ സൂപ്പറിൻറ്റൻഡന്റ്, അതുവരെ നമുക്ക് ഉയർന്നു പോകാൻ പറ്റും കേട്ടോ. ഇത് ഫുള്ളി ത്രൂ, അതായത് 100% പ്രൊമോഷൻ വഴിയായിരിക്കും വരിക. ഇവിടെ ലെവൽ 7 44,900 രൂപയാണ് അവിടുത്തെ ആ ഒരു ബേസിക് പേ കാര്യങ്ങൾ വരുന്നത്. അപ്പം ഇത്രയും വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യും. ഒരു കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആയിക്കഴിഞ്ഞാൽ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ സൂപ്പറിൻറ്റൻഡന്റ് വരെയാണ് നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനി ഒട്ടും തന്നെ താമസിക്കില്ലല്ലോ, പഠിക്കാനുള്ള ടൈമാണ്, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ പഠനം ആരംഭിച്ചോളൂ. എന്തിനാ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റഡി സ്ട്രക്ചർ അല്ലെങ്കിൽ എക്സാം പാറ്റേൺ? CBT 1 CBT 2 ആണ് വരുന്നത്. അതിൽ 90 മിനിറ്റാണ് ടോട്ടൽ ഡ്യൂറേഷൻ, 40 അവയർനെസ്, 30 മാത്സ്, 30 ഇൻ്റലിജൻസ്, ടോട്ടൽ 100. ഇത് തന്നെയാണ് ടയർ 2. അതായത് വേറെ പ്രത്യേകിച്ച് ഒന്നും പഠിക്കണ്ട, വേറെ പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഒന്നും പഠിക്കണ്ട. 90 മിനിറ്റ് എക്സാം ഡ്യൂറേഷൻ, 50 മിനിറ്റ് അവയർനെസ് ആണ്, 35 മിനിറ്റ് മാത്സ് ആണ്, 35 ക്വസ്റ്റ്യൻസ് ജനറൽ ഇൻ്റലിജൻസ് ആണ്. അങ്ങനെ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ്. അതായത് വേറെ എക്സ്ട്രാ ടോപ്പിക് ഒന്നും പഠിക്കണ്ട, പഠിച്ചത് തന്നെ വീണ്ടും മോഡറേറ്റ് ലെവൽ, ഡിഫിക്കൽട്ട് ലെവൽ എന്നുള്ള രീതിയിൽ പഠിച്ചേ ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് CBT ST, അതായത് സ്കിൽ ടെസ്റ്റ് ആണ്, വേറെ ഒന്നുമല്ല. ഇതിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് സ്കിൽ ടെസ്റ്റ് ഇല്ല. സ്റ്റേജ് 1 കഴിഞ്ഞ് സ്റ്റേജ് 2 കഴിഞ്ഞ് നേരെ DV & മെഡിക്കലിലോട്ടാണ്. ബാക്കി ടൈപ്പിംഗ് ടെസ്റ്റിനൊക്കെയാണ് ഈ പറയുന്ന സ്കിൽ ടെസ്റ്റ് ഉള്ളത്. അതുപോലെ ട്രെയിൻസ് ക്ലർക്കിനും സ്കിൽ ടെസ്റ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത NTPC UG ആയാലും ഗ്രാജുവേറ്റ് ആയിരുന്നാലും നമ്മൾ അതായത് നല്ല രീതിയിലുള്ളൊരു സാലറിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ലൊരു പ്രൊഫഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇനി ഒട്ടും തന്നെ താമസിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ പെട്ടെന്ന് തന്നെ പഠിക്കാൻ ആരംഭിച്ചോളൂ. കഴിഞ്ഞ പ്രാവശ്യം 2024 ഇപ്പോൾ എക്സാംസ് ഒക്കെ എഴുതിയിട്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിനകത്തൊരു പെർഫോമൻസ് നടത്താൻ പറ്റിയില്ല, ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ മനസ്സിൽ വിഷമം തോന്നുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അതിൻ്റെ എല്ലാ കുറവുകളും നികത്തി തന്നെ നിങ്ങൾ മുന്നേറൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻട്രി നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അതായത് എൻട്രിയുടെ നമ്മുടെ റെയിൽവേയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, സൂപ്പർ 30 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിലേക്ക് ജോയിൻ ചെയ്തോളൂ. സൂപ്പർ 30 ബാച്ച് എന്ന് പറയുമ്പോഴുള്ള പ്രത്യേകത അറിയാവോ? അതായത് നമ്മൾ 30 കുട്ടികളായിരിക്കും ഒരു മെൻറ്ററിൻ്റെ അണ്ടറിൽ ഉണ്ടാവുക. ആ 30 കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആയിരിക്കും കിട്ടുന്നത്. അതായത് ആ മെൻറ്റർ കറക്റ്റായിട്ട് അവരെ അനലൈസ് ചെയ്യും, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും. അതുപോലെ ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ലെവൽ ക്ലാസ്സസ് ക്ലിയർ ചെയ്യുക, അടുത്ത് നിങ്ങൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ നമുക്ക് ടെസ്റ്റുകളായിക്കോട്ടെ, മോക്ക് ടെസ്റ്റുകളായിക്കോട്ടെ, അതുകൂടാണ്ട് നമുക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളായിക്കോട്ടെ, നമ്മുടെ വീക്ക് ഏരിയാസ് അറിഞ്ഞ് അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്ത് അത് സ്ട്രോങ് ആക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ CBT 2 തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അവർ തയ്യാറെടുപ്പിക്കും. അത് അത്രയും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഈ 30 കുട്ടികളെ കറക്റ്റായിട്ട് അവർ ഗൈഡ് ചെയ്ത് അതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ദിവസം നിങ്ങൾക്ക് 2 മണിക്കൂർ, ഇവിടെ അത് തന്നെ പറയുന്നത് അല്ലേ, എടുക്കാനുണ്ടോ ഒരു 2 മണിക്കൂർ. 2 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ അതിനുവേണ്ടി തന്നെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എങ്കിൽ നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള പരീക്ഷ പെട്ടെന്ന് നമുക്കൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വർഷങ്ങളായിട്ട് പഠിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ? കറക്റ്റ് ഒരു സ്റ്റഡി ത്രൂ നിങ്ങൾ ഒരു 5-6 മാസം നിങ്ങൾ ത്രൂ ഔട്ട് ഒരു ഹാർഡ് വർക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത്. എന്തിനാ വർഷങ്ങളോളം ഇരുന്ന് പഠിക്കുന്നതല്ലേ? ഒരു കറക്റ്റ് നിങ്ങളൊരു സ്റ്റഡി സ്ട്രാറ്റജി പോയി പെട്ടെന്ന് ജോലി കരസ്ഥമാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരിക്കലും നിങ്ങൾ കളയരുത്. കാരണം അടുത്തൊരു 6 മന്ത്സ് കഴിയുമ്പോൾ ഇതിൻ്റെ എക്സാം വരും. അടുത്ത ജൂൺ ആകുമ്പം ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യും, RRB NTPC.
അപ്പോഴും പഠിക്കാമെന്ന് വെച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരു ഹാർട്ട് ലെവൽ കോച്ചിങ് തന്നെയാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് എൻട്രിയുടെ സൂപ്പർ 30 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളെ ഫുൾ ടൈം എൻഗേജ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് കറക്റ്റാണ്. നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കുക. അതായത് ഈ പഠനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും നമ്മൾ ഈ ഒരു 6 മാസത്തെ എഫേർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താണ് ഒരു നല്ലൊരു സമയം അത് നമുക്ക് ഈ 6 മാസം കഴിയുമ്പോൾ നമുക്കവിടെ കിട്ടിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാച്ചിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ RRBയുടെ റെയിൽവേ ന്യൂസ് ആയിരുന്നാലും അതുപോലെ SSC റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിരുന്നാലും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എൻട്രി SSC RRB ചാനൽ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പോൾ ഫോളോ ചെയ്യുക മാത്രമല്ല, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക കേട്ടോ. ഒരു ഓപ്പർച്യൂണിറ്റി പോലും മിസ്സാക്കരുത്. അപ്പോൾ എല്ലാവരും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ അപ്ലൈ ചെയ്യണം. പ്രിഫറൻസ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ TT ആണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആകാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ടൈപ്പിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതുമുണ്ട്, ട്രെയിൻസ് ക്ലർക്ക് ഉണ്ടെങ്കിൽ അതുമുണ്ട്. ഏത് ഡിവിഷൻ വേണം? ഇപ്പോൾ ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സദേൺ റെയിൽവേയിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യുന്നതിൽ. ഇപ്പം ബാംഗ്ലൂർ, അതുപോലെ തന്നെ ചെന്നൈ, ട്രിവാൻഡ്രം, ഈ ഒരു റെയിൽവേ സോണുകളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് നോർത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്തോളൂ. ഏത് റെയിൽവേ സോൺ ചൂസ് ചെയ്താലും പഠിക്കേണ്ടത് വളരെ വൃത്തിയായിട്ട് തന്നെ, കറക്റ്റായിട്ട് തന്നെ, ഹാർഡ് വർക്കായിട്ട് തന്നെ അത് ചെയ്യുക. പഠിച്ചു മുന്നേറുന്നവർക്ക് എന്തായാലും ജോലി സാധ്യതകളുണ്ട്. എന്തായാലും നിങ്ങൾക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് 100% നിങ്ങളുടെ എഫേർട്ടായിട്ട് നിങ്ങളത് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. എൻട്രി നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.